ഇംഗ്ലീഷ് തന്നെ പഠിക്കാനായിട്ട് ഇത്രയും പാട്, ഇനിയിപ്പം പുതിയൊരു ലാംഗ്വേജ്, അതും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. ഇപ്പം ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുമല്ലോ. ഞാൻ കരയും സത്യം പറഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റും ഉണ്ട്. അപ്പോൾ എൻ്റെ പേര് ശില്പ എന്നാണ്. എൻ്റെ വീട് വരുന്നത് കോട്ടയം കുമരകമാണ്. സോ ബൈ പ്രൊഫഷണലി ഞാനൊരു നേഴ്സാണ്. ഞാൻ എൻ്റെ നേഴ്സിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് 2021 ആണ്. ഇത് എടുക്കുന്ന എല്ലാ നേഴ്സസും, അതായത് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഇതെടുക്കുന്ന എല്ലാ നേഴ്സസിനോടും ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഏറ്റവും ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെ നമ്മുടെ പ്രോസസ്സിങ്ങിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിലും നമ്മൾ തിരക്കുക, ലൈക്ക് ഇതിന് മുമ്പ് അവർ എത്ര പേരെ വിട്ടിട്ടുണ്ട്, ഓക്കെ, എത്ര ലാഗുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് തിരക്കിയിട്ട് എടുക്കുക. ഓക്കെ, അത് എൻ്റെ ലൈഫ് ആ ഒരു ഇൻസിഡൻസിൽ നിന്ന് ഞാൻ സിൻസിയറായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ടൈം അത്രമാത്രം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഈ ജർമ്മൻ ലാംഗ്വേജ് എടുത്തപ്പോൾ തന്നെ ഉണ്ടല്ലോ, എനിക്കൊരു ഇതുണ്ടായിരുന്നു, ലൈക്ക് എനിക്ക് ഈ ലാംഗ്വേജ് എന്താണെങ്കിലും നന്നായിട്ട് പഠിച്ചെടുക്കണം. ഇപ്പം അത് ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ അറിയാമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷേ എന്നാലും ഒരു നല്ല ഫ്ലുവൻ്റായിട്ടൊക്കെ ചെയ്യാൻ അറിയാമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഓക്കെ, കാരണം എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആള് നല്ലതായിട്ട് ഈ ഒരു ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പം പക്ഷെ അത്രത്തോളം എനിക്ക് പറ്റില്ല. ഇപ്പം എല്ലാവർക്കും അറിയാം, നമുക്കിപ്പം നേഴ്സിംഗ് ഒക്കെ എടുക്കുമ്പോൾ ഒത്തിരി അസൈൻമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ചെയ്തു പോകാനും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തെടുക്കാനുള്ള ഇംഗ്ലീഷ് അറിയാം. പക്ഷേ അപ്പം ആ ഒരു ഇംഗ്ലീഷ് എനിക്ക് അത്രമേൽ വലിയൊരു ഇതിലറിയത്തില്ലാത്തപ്പം ഈ ഒരു ഡോയ്ച്ച് ലാംഗ്വേജ് എടുക്കുമ്പം എനിക്കൊരു മോട്ടീവ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷിൽ എനിക്ക് വന്ന കുറവ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലാംഗ്വേജിൽ നികത്തണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ആദ്യം എനിക്ക് വലിയൊരു അറിവോടെ ഒന്നും എടുത്തൊരിതല്ല ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ്, എന്നാൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കും ഈ പ്രോസസ്സിങ്ങിനിടയ്ക്ക് എനിക്ക് ഒത്തിരി ലാഗ് വന്നു, കാര്യങ്ങൾ വന്നു. എന്നാലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പ്രോസസ്സിങ് എനിക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നെ ലോൺ എടുത്താണ് പഠിപ്പിച്ചത്. ഓക്കെ, ഇപ്പം നമ്മളിത് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ എൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു വേ എന്താ, നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ജോബിന് വേണ്ടി കയറുക. പിന്നെ ഈ ഒരു ടൈം പീരീഡിലൊക്കെ എന്ന് പറയുമ്പം ഗൾഫ് കൺട്രീസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ ഗൾഫ് കൺട്രീസ് ചൂസ് ചെയ്താലും ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു 2 years ഒക്കെ എക്സ്പീരിയൻസ് വേണം. ഇപ്പം ഐ തിങ്ക് ഒരു 1 year ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും 2 year ഒക്കെ എക്സ്പീരിയൻസ് വേണമെന്നായിരുന്നു ആ ടൈമിൽ. അപ്പം എനിക്ക് അതും പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം, ഞാൻ ഒരു കൊല്ലം ഇനി എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി കയറണം. അപ്പം അത് ഞാൻ ചെയ്യുന്ന ഒരു മണ്ടത്തരമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം ഓൾറെഡി ഞാൻ ഇംഗ്ലീഷ് ഞാൻ ഒരു എക്സാം എഴുതിയതാണ്. ഓക്കെ, അതെനിക്ക് ഒരു ചാൻസേ എഴുതാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഫാമിലി ഇഷ്യൂസ് കൊണ്ട്. ഇനി ഈ ഒരു ജർമ്മൻ ലാംഗ്വേജും കൂടെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം, ഓക്കെ, ഇനി ഞാനൊരു വലിയ പടുകുഴിയിലായിരിക്കും വീഴാൻ പോകുന്നത്. കാരണം ഇനി എനിക്ക് അതിൽ നിന്ന് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ അച്ചീവ്മെൻറ്റോ ഒന്നും എനിക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ജർമ്മനിയിൽ അത്രത്തോളം ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ലൈക്ക് ആ ഏജൻസിയിൽ നിന്നുണ്ടായ ഒരു ഇഷ്യൂസിന് എന്ത് ചെയ്യുക, വേറൊരു നല്ലൊരു പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ കൺസൾട്ട് ചെയ്താൽ തീരാവുന്ന ഒരു ഇഷ്യൂ ഉള്ളെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മോട്ടീവിലാണ് ഞാൻ നിന്നത്. എൻ്റെ മുമ്പിൽ ഇതേ ഉള്ളൂ, ഒരു വഴിയുള്ളൂ, ഈ ഒരു ജർമ്മൻ ഓപ്പർച്യൂണിറ്റിയെ ഞാൻ കാണുന്നുള്ളൂ. അത്രത്തോളം ഓപ്പർച്യൂണിറ്റി ജർമ്മനിയിലുണ്ട്. അപ്പം അതിലാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നത്. എൻ്റെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞു എന്തൊക്കെയായിരുന്നു എൻ്റെ ഏജൻസിയിൽ നിന്ന് എനിക്ക് ഫേസ് ചെയ്ത കുറച്ച് ലാഗും പ്രോബ്ലംസും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പം എല്ലാ ഏജൻസീസും അങ്ങനെ ആകണം എന്നില്ല. ഓക്കെ, അപ്പം അതിനകത്തൊരു ചെറിയൊരു പെർസെൻറ്റേജോളം ആളുകൾ അങ്ങനെ ഉള്ളവരുണ്ട്, സ്കാംസ് ആയിട്ടുള്ളവരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു കാര്യം തിങ്ക് ചെയ്യുക, ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ജർമ്മൻസിന് നേഴ്സസിന് ഈ ഒരു ജർമ്മനിയിലോട്ടുള്ള മൈഗ്രേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പം ഒരു ഏജൻസിയിൽ കൊടുത്തെങ്കിൽ എന്നെ പോലൊരു ലാഗ്, ഓക്കെ, അതുപോലെ ഇത്രയും ഹ്യൂജ് എമൗണ്ട് പ്രോസസ്സിങ്ങിന് വേണ്ടി അവർ എക്സ്പെൻസ് ആയിട്ട് ചോദിക്കുക. ഓക്കെ, ഇതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ കരുതിക്കണം, അതൊക്കെ ഒരു ഫ്രോഡ് മെസ്സേജസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു റെഡ് വാർണിങ്സ് ആണെന്ന് നമ്മൾ കരുതിക്കണം. ഓക്കെ, അപ്പോഴും ഒരു സൈഡിൽ ആലോചിക്കുക, ഓക്കെ, എല്ലാവരും അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, എൻ്റെ ആ പ്രോസസ്സിങ്ങിൽ വന്ന പ്രീവിയസ് ഏജൻസിയിൽ വന്നിരിക്കുന്ന ആ പ്രോസസ്സിങ് ഞാൻ പറഞ്ഞു കുറച്ച് ലാഗായപ്പോഴത്തേക്കാണ് ഓക്കെ ഇത് ശരിയാകില്ല. ഓക്കെ, ആ ടൈമിൽ പിന്നെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി ഇങ്ങനെയാണ് നേഴ്സസിൻ്റെ പൊതുവെയുള്ള പ്രോസസ്സിങ്, നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അപ്പം അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ജെനീനെ കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ വിളിയിലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ
ഇവിടെ ഇതിലും വഴി രക്ഷപ്പെടും അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്കില്ല. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ആ ഒരു പ്രീവിയസ് ഏജൻസിയിലുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് എനിക്ക് എല്ലാവരെയും സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു ഇതിലൂടെ തന്നെ കാണുന്നത്. ഓക്കെ, ഇപ്പം ആരും എനിക്ക് എന്നെ സഹായിക്കണം എന്നുള്ള മൈൻഡ് സെറ്റോടെ ഒന്നും ആയിരിക്കില്ല ഇരിക്കുന്നതെന്ന് എനിക്കൊരു ഇത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് നമ്പർ തന്നിട്ടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം ജെനിയായിരുന്നു അതിൻ്റെ കോളൊക്കെ അറ്റൻഡ് ചെയ്തത്. അപ്പം ഇതുപോലെ ആദ്യം പറഞ്ഞു ലൈക്ക് പഴയ ഏജൻസികൾ പറഞ്ഞു വന്നപോലെ തന്നെ പറഞ്ഞു ലൈക്ക് ഇങ്ങനെയാണ് നമുക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഓക്കെ, പൊതുവെ എല്ലാ ഏജൻസീസും പറയുന്നത് പോലെ തന്നെ. എന്നിട്ട് വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളും ഇവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഉണ്ട്, ജോയിൻ ആകുന്നുണ്ടോ? അപ്പം എനിക്ക് അതിന് പോലുള്ള സമയമില്ല. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഞാൻ ജെനിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 2 വീക്സോളം എടുക്കും. അപ്പം എനിക്ക് ആ 2 വീക്സ് കഴിഞ്ഞിട്ട് ഇനിയൊരു സ്ക്രീനിങ് കിട്ടുകയുള്ളൂ. എൻ്റെ ലാംഗ്വേജ് ക്വാളിഫിക്കേഷനും ലെവലും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകാനുള്ള ഇൻ്റർവ്യൂ സ്ക്രീനിങ് കിട്ടുകയുള്ളൂ. അപ്പം അത്രത്തോളം പോലും എനിക്കിനി ഇല്ല. കാരണം ഓൾറെഡി ഒരു 1 ഇയറോളം ഞാൻ കളഞ്ഞു. അപ്പോൾ ഇനി 2 വീക്സിന് തന്നെ എനിക്കും പറഞ്ഞ പ്രാധാന്യമുണ്ട് ഒരു ഇൻ്റർവ്യൂ പെട്ടെന്ന് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ് ഒന്നും വേണ്ട, എനിക്ക് പ്രോപ്പർ സ്ക്രീനിങ് തന്നെ തന്നേച്ചാൽ മതി. അതും സ്ക്രീനിങ് ആളോട് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ എനിക്കൊരു സ്ക്രീനിങ് അറേഞ്ച് ചെയ്ത് തന്നു. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും പെട്ടെന്നൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നടക്കും ഇല്ല. സാധാരണ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പല ഏജൻസീസിലും വിളിച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു സ്ക്രീനിങ് ഒന്നും ഇത്ര വേഗം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഒരു സ്ക്രീനിങ് വേണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ആൾ അറേഞ്ച് ചെയ്ത് എനിക്ക് സ്ക്രീനിങ് തന്നു. അപ്പം ആ സ്ക്രീനിങ്ങിൽ വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് ആ ഒരു സ്ക്രീനിങ്ങിലൂടെ എനിക്ക് കിട്ടിയത്. ഓക്കെ, ഇപ്പം എനിക്ക് തന്നെ ഒരു ലെവലായപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഒരു ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു ലാഗ് വരുത്തരുത്. ഓക്കെ, പ്രത്യേകിച്ച് ആ പ്രോസസ്സിങ് നമ്മൾ പഠിക്കുമ്പോൾ ടൈമിൽ തന്നെ ഒരു മിഡിൽ ഫേസ് ആയിട്ട് തന്നെ ആ ഒരു പ്രോസസ്സിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഒരു ബീറ്റും ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും 1 ഇയർ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ നിങ്ങൾക്ക് ഓർക്കാം ശരിക്കും പറഞ്ഞാൽ എൻ്റെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ എനിക്ക് ഇച്ചിരി കുറയാൻ തുടങ്ങി. ഈ ലാംഗ്വേജ് എനിക്ക് അത്രമാത്രം എനിക്ക് നല്ലൊരു ഇംഗ്ലീഷിനേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആയിരുന്നത്. കാരണം ഇപ്പോൾ ആദ്യത്തെ ഒരു സ്ക്രീനിങ്ങിലൊക്കെ ഇതിനു മുമ്പ് പ്രീവിയസ് ഏജൻസിയിൽ ഞാൻ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 2, 3 ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ ആദ്യം എന്നോട് ചിലപ്പം ഏത് ലാംഗ്വേജാണ് കംഫർട്ടബിൾ എന്ന് ചോദിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ തോന്നില്ല. കാരണം ഇംഗ്ലീഷിനകത്ത് ഞാൻ അത്രയും കോൺഫിഡൻ്റ് അല്ല, ഞാൻ ജർമ്മൻ ലാംഗ്വേജിലാണ് കൂടുതലും കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി. ലൈക്ക് ഇനി എനിക്ക് ഈ ലാംഗ്വേജ് കൊണ്ട് പറ്റുമോ അങ്ങനെ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം സ്ക്രീനിങ് ഞാൻ പറഞ്ഞു, എൻ്റെ സ്ക്രീനിങ് കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് നമ്മുടെ എംപ്ലോയർ ആ ഒരു സ്ക്രീനിങ് കിട്ടി. അതും ഒരു 2 സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അതും ഒത്തിരി ലാഗില്ലായിരുന്നു. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു തേഴ്സ്ഡേ ഫസ്റ്റ് എംപ്ലോയർ സ്ക്രീനിങ്, അതിനുശേഷം ഒരു സാറ്റർഡേ കണ്ടിട്ട് രണ്ടാമത്തെ എംപ്ലോയർ സ്ക്രീനിങ്ങും കിട്ടി. എന്നാലും ഞാൻ മാമിനോട് ചോദിക്കും, മാം ഇനി ഒത്തിരി ലേറ്റ് ആകുമോ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിങ് അല്ലല്ലോ ഏറ്റവും വലിയ കാര്യം, നമുക്ക് ഈ ഒരു പ്രോപ്പർ എംപ്ലോയർ ഇൻ്റർവ്യൂ, അപ്പോൾ അതിനൊക്കെ ഒത്തിരി താമസമുണ്ടോ? അപ്പോൾ മാം പറഞ്ഞു ഇല്ല ശില്പ ഒത്തിരി താമസമൊന്നും വരില്ല, എന്നാലും ഞങ്ങൾ ശ്രമിക്കാം, ശില്പിക്ക് വേണ്ടി ഞങ്ങൾ അത്രയ്ക്കും ശ്രമിക്കാം. ഓക്കെ, എന്നാലും ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ല ശില്പിക്ക് വേണ്ടി അത്രയ്ക്കും ശ്രമിക്കാമെന്നൊന്നും പറയുമ്പം എനിക്ക് ആരെയും വലിയ പരിചയമൊന്നുമില്ല, ഇപ്പം നമ്മൾ പരിചയപ്പെട്ടവരാണ്. അപ്പം എന്നാലും എനിക്ക് എൻ്റെ എംപ്ലോയർ സ്ക്രീനിങ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയത് ഒരു ഫെബ്രുവരി മാസം കണ്ടിട്ടായിരുന്നു. ഓക്കെ, ദെൻ ഒരു ഏപ്രിൽ ഒരു പകുതി ആയപ്പോൾ തന്നെ എനിക്ക് എംപ്ലോയർ സ്ക്രീനിങ് കിട്ടി. എംപ്ലോയർ സ്ക്രീനിങ് അല്ല, ഒരു ഇൻ്റർവ്യൂ, പ്രോപ്പർ എംപ്ലോയർ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് കിട്ടി. അപ്പം അതും കഴിഞ്ഞു. പിന്നെയും പെട്ടെന്നായിരുന്നു ഫാസ്റ്റായിട്ട് അവരുടെ ഫീഡ്ബാക്ക് പറഞ്ഞു. ദെൻ ട്രാൻസ്ലേഷൻ, അറ്റസ്റ്റേഷൻ, അങ്ങനെ പിന്നെ ഓരോ ഫേസസിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ ആളുകളുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ ഇനിയും ആ ഒരു വിസയ്ക്ക് വേണ്ടി അവരിപ്പോഴും ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒത്തിരി 24 hours ടൈം പീരീഡ് കഴിഞ്ഞിട്ടൊന്നുമല്ല അവർ നമുക്ക് മെസ്സേജ് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇപ്പം എനിക്ക് ആ ഒരു പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടാനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് എൻ്റെ
VFS അപ്പോയിൻമെൻറ്റിൽ പോലും എനിക്കൊരു CV വന്നൊരു കുറവ്. അപ്പം ആ ഓൺ ദ സ്പോട്ടിൽ അവരും വെയിറ്റ് ചെയ്യുവാണ്, ശില്പ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇനി എന്താണ് പറയാൻ പോകുന്നത്, ഓക്കെ ആൾക്ക് ഓക്കെ ആയിരുന്നോ, അവിടെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ എന്നൊക്കെ അവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമ്മളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് CV എന്തുകൊണ്ടോ ഇല്ലായിരുന്നു. CV വേണമെന്നൊരു ഇൻഫോർമേഷൻ എനിക്കില്ലായിരുന്നു, അപ്പം CV ഇല്ലായിരുന്നു. പക്ഷെ ഉടനെ മാം എനിക്ക് ഞാൻ പ്രീവിയസ്ലി സബ്മിറ്റ് ചെയ്ത CV എനിക്ക് അയച്ചു തരും. എനിക്ക് സ്പോട്ടിൽ അവിടെ വെച്ച് എനിക്കിത് പ്രിൻ്റ് എടുത്ത് അവിടെ സ്പോട്ടിൽ സബ്മിറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ ത്രൂ ഔട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കൊരു സപ്പോർട്ടായിട്ടുണ്ട്. ഒരു മെസ്സേജ് കാണാൻ വൈകുമോ അങ്ങനെ ഒന്നും തന്നെയില്ല. അത് ഞാൻ എൻ്റെ ആ ഒരു ബോട്ടം ഓഫ് ഹാർട്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്കും സപ്പോർട്ടീവാണ്. ഞാൻ കരയും സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടുപോകും.